ചോറ്റാനിക്കര വിശേഷങ്ങളാണ്. കുംഭമാസത്തിലെ മകംതൊഴിൽ കഴിഞ്ഞ പിന്നെ ചോറ്റാനിക്കരയിലെ പ്രധാന ആഘോഷം ഈ നവരാത്രി കാലമാണ്. 9 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ്. മേൽക്കാവും കീഴ്ക്കാവും ചേർന്ന് 2 ദേവീക്ഷേത്രങ്ങളാണ് ചോറ്റാനിക്കര അമ്പലത്തിൽ വരുന്നത്. മേൽക്കാവിൽ പ്രധാന വഴിപാടുകൾ പറയിടൽ, ഭാഗ്യസൂക്തം, രക്തപുഷ്പാഞ്ജലിയാണ്. കീഴ്ക്കാവിലാണെങ്കിൽ ഗുരുതി പുഷ്പാഞ്ജലിയും. 2 നടയിലും കാണിക്ക പടിക്കൽ വയ്ക്കുന്ന വഴിപാടുണ്ട്. ദേവസ്വം റെസിപ്റ്റ് ആക്കണമെങ്കിൽ 101 രൂപയും, അല്ല നിങ്ങൾക്ക് വീട്ടിൽ നിന്നും കൊണ്ടുപോകുന്ന നാണയങ്ങളാണെങ്കിൽ അവിടെ നിന്നും ഒരു പട്ട് വാങ്ങി സമർപ്പിക്കാവുന്നതാണ്. പ്രസാദങ്ങളായി കഴിക്കാനുള്ളത് അരവണി ഉണ്ണിയപ്പവുമാണ്. നല്ല നെയ്യുടെ മണവും രുചിയുമുള്ള ഉണ്ണിയപ്പം ഒരു പാക്കറ്റിന് 50 രൂപയാണ്. ചോറ്റാനിക്കര തൊഴാൻ വരുമ്പോൾ കഴിവതും രാവിലെ 7 മണിക്ക് മുന്നേ എത്തുക. വർക്കിംഗ് ഡേ ആണെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും തിരക്കില്ലാതെ ആ സമയം തൊഴാനാകും. 7 മുതൽ 8 മണി വരെ നിവേദ്യമായതുകൊണ്ട് തന്നെ ആളുകളെ കയറ്റില്ല. ആ സമയം പുറത്ത് നല്ല ക്യൂ ആകുകയും ചെയ്യും. 8 മണിക്ക് തൊഴാൻ കയറ്റിയ പിന്നെ ശിവേലിക്ക് വീണ്ടും കുറച്ചു നേരം നട അടയ്ക്കും. നിവേദ്യത്തിന് മുന്നേയും ശേഷവുമുള്ള ദേവിയുടെ രൂപങ്ങൾ വ്യത്യസ്തമാണ്. നിവേദ്യം കഴിഞ്ഞ് ദേവിയെ ഒരുക്കിയിരിക്കുന്ന തേജസ് വാക്കുകളിൽ അവർണ്ണനീയമാണ്. രാവിലെ 7-ന് മുന്നേ എത്തുകയാണെങ്കിൽ തൊഴുതിറങ്ങി നിവേദ്യ സമയം നിങ്ങൾക്ക് പുറത്ത് എന്തെങ്കിലും റെസ്റ്റോറൻറ്റിൽ നിന്നും ഭക്ഷണം കഴിഞ്ഞ് നിവേദ്യ സമയം കഴിഞ്ഞ് വീണ്ടും തൊഴുതാൽ ദേവിയുടെ 2 രൂപങ്ങളും കാണാനാകും. പറ വഴിപാടിൽ നാണയപ്പറ ഒഴികെയുള്ള വഴിപാടുകൾ ഒന്നിച്ച് അൻപൊലിപ്പറ എന്ന വഴിപാടായി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ചോറ്റാനിക്കരയിലെ പ്രധാന വിശേഷങ്ങൾ. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.